ശ്രീ ആയൂർ ബിജു, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ, ആലത്തൂരിൽ വിജയിച്ച കെ രാധാകൃഷ്ണന് പകരമുള്ള മന്ത്രിസ്ഥാനം, രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം എന്നിവയൊക്കെയാണ് പ്രധാന ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവും തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയവും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വലിയ വിമർശനങ്ങൾക്കിടയാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇത്തവണ അലയടിച്ചത് എന്നുള്ളത് പറഞ്ഞു വരുമ്പോൾ ഏതു രീതിയിൽ പ്രതിരോധിക്കാനായിരിക്കും CPM ശ്രമിക്കുക? അല്ല, ഭരണവിരുദ്ധ വികാരം എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് നിലനിർത്തുവാൻ ഞങ്ങൾക്ക് സാധ്യമായി. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാനായിട്ട് സാധ്യമാകുന്നത്? പിന്നെ ചില മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞത് സ്വാഭാവികമാണ്. അത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് വിശദമായി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി യോഗം കൂടി വിശദമായി അതിനെ ചർച്ച ചെയ്യുകയും അതിനെ ക്രമീകരിക്കുവാൻ മുന്നോട്ട് പോവുകയും. ശ്രീ ആയൂർ ബിജു, കേവലം ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു. കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലനിർത്തി എന്ന് പറയുന്നതിൽ രാഷ്ട്രീയമായ ഒരു അപജയമുണ്ട്. ഒരു സീറ്റിൽ മാത്രം കഷ്ടി വിജയിച്ച് കയറുന്നു. അത് കെ രാധാകൃഷ്ണൻ എന്നുള്ള വ്യക്തിയോടുള്ള അനുഭാവം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജയിച്ചത് എന്നുള്ള ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതുമാത്രമല്ല, ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇത്തവണ അലയടിച്ചത് എന്ന് പറയുമ്പോൾ, മറ്റു പാർട്ടികളും പൊതുജനങ്ങളും പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ LDFന് ഒരു കരുത്തുറ്റ അഭിപ്രായം തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇതൊന്നും ഇപ്പോൾ നിലവിലില്ലല്ലോ. അല്ല, വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ വ്യക്തികൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് തൃശ്ശൂർ എടുത്താൽ, ആ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടാണ് അവിടെ വിജയിച്ചത്. അവിടെ വിജയിച്ചത് രാഷ്ട്രീയ പാർട്ടി അല്ല. അപ്പൊ അതുകൊണ്ട് കെ രാധാകൃഷ്ണൻ വിജയിച്ചത് വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുക. ശരി, ശ്രീ ആയൂർ ബിജു, അതോടൊപ്പം ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് തർക്കം മുറുകുകയാണല്ലോ. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുള്ള ഒരു സാധ്യത എത്രത്തോളമുണ്ട്? പ്രത്യേകിച്ച് ഒരല്പം ഒരു അഭിപ്രായ വ്യത്യാസം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉണ്ട്. അവരെ ഒന്ന് സമവായത്തിൽ എത്തിക്കേണ്ടതുണ്ട് LDFനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് രാജ്യസഭാ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ധാരണയിലേക്ക് എത്തുന്നു കാര്യങ്ങളെന്ന് പറയാൻ സാധിക്കുമോ ഇപ്പോൾ? അല്ല, രാജ്യസഭാ സീറ്റ് സംബന്ധമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഫോറത്തിലും ഇതുവരെ ചർച്ച വന്നിട്ടില്ല. ചർച്ചകൾ നടക്കുന്ന വെളിയിലുള്ള ചില മാധ്യമങ്ങളോ അല്ലെങ്കിൽ ചില വ്യക്തികളോ ആണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അതിന്റെ ആവശ്യം ഉന്നയിക്കും. ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ കിട്ടാനുള്ള സീറ്റാണ്. അതൊക്കെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ പാർട്ടി കമ്മിറ്റിയിൽ മാത്രമായിരിക്കും. ബഹുമാനായ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇത് ഇടതുമുന്നണി ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം അവിടെ വെക്കും. അതുവരെ ഞങ്ങൾക്ക് യാതൊരു അവകാശവാദവുമില്ല. പിന്നെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. 3 സീറ്റ് വരുന്നതിൽ 1 CPIയോ അല്ലെങ്കിൽ CPMോ എടുക്കുമ്പോൾ അതിനാനുപാതികമായി ഞങ്ങൾക്കും ഈ സീറ്റ് ആവശ്യപ്പെട്ടതാണ്. ശ്രീ ആയൂർ ബിജു, ജോസ് കെ മാണി ഒരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ള ചില വിവരണങ്ങൾ വരുന്നുണ്ടല്ലോ. അതായത് തങ്ങൾക്ക് അനുകൂല നിലപാടില്ല എങ്കിൽ ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയും അത്തരം ചില അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ നടത്തുന്നുണ്ട്. അല്ല, സുഖവും ദുഃഖവും ഒക്കെയല്ല ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ വ്യക്തമായ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. മുന്നണിയിൽ നിൽക്കുന്നതും അത് തന്നെയാണ്. ഞങ്ങൾ നിലവിൽ മുന്നണിയിൽ സേഫ് സോണിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പിന്നെ ഈ വിഷയവും, ഈ രാജ്യസഭാ സീറ്റ് എന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ആവശ്യം ഉന്നയിക്കാമല്ലോ. ഞങ്ങൾ ക്ലെയിമാണല്ലോ. അവിടെ ഒരു സമ്മർദ്ദ തന്ത്രവും ഇല്ല. അല്ലെങ്കിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മറ്റൊരു നിലപാട്, അങ്ങനെ ഒരു നിലപാടൊന്നും ഒരു കാരണവശാലും KM മാണിയുടെ പുത്രനായ ജോസ് കെ മാണി എടുക്കില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. ശ്രീ ആയൂർ ബിജു, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതായത് യാതൊരു വിധത്തിലുള്ള അനുകൂല നിലപാടില്ലെങ്കിലും മുന്നണി മാറ്റം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ? അല്ല, അനുകൂല നിലപാട് ഉണ്ടാകില്ല എന്നും എങ്കിൽ മാത്രമല്ല ഞങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. അർഹതപ്പെട്ടത് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മുന്നണി സംവിധാനമാണ്. ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. ചിലപ്പോൾ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. മുൻകൂട്ടി അതിനകത്ത് തീരുമാനമെടുക്കേണ്ട.
ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സമിതി കൂടിയപ്പോഴും ഒക്കെ ഈ തീരുമാനം ഇങ്ങനെയാണ്. നമുക്ക് അർഹതപ്പെട്ടത് ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടും. നിലവിൽ ഇതുവരെയും ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങൾ നിൽക്കുന്നത് കൊണ്ട് രാഷ്ട്രീയപരമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UDF നിൽക്കുന്നതിനേക്കാൾ ഞങ്ങൾ സേഫായിട്ടാണ് LDF നിലനിൽക്കുന്നത്.